ഇപ്പോൾ മത്തിയുടെ സീസണാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കുഞ്ഞൻ മത്തി. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇപ്പം മത്തി തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് കുരുമുളകൊക്കെ അരച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ച കുരുമുളകൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണേ. കുരുമുളകും കാന്താരി മുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് ആക്കി എടുത്തിട്ട് ഈ മത്തിയിലോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പൊരിച്ചെടുത്താലുണ്ടല്ലോ വേറെ ഒന്നും വേണ്ട കേട്ടോ. അതേ നമ്മൾ നട്ടിട്ടുള്ള ഉണ്ടമുളകാണ് കേട്ടോ. ഒന്നിൽ കൂടുതൽ മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് മാത്രമാണ് കേട്ടോ. കുറച്ച് കാന്താരി മുളകും ആവശ്യത്തിനുള്ള കുരുമുളകും ഒക്കെ ഞാനൊന്ന് പറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വേണം നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് നമുക്ക് അയലയും പൊരിച്ചെടുക്കാം കേട്ടോ. വാഴയിലയിൽ പൊള്ളിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കൂടുതൽ ടേസ്റ്റ് നമ്മൾ തോട്ടുമീനിനാണ് കേട്ടോ. തോട്ടുമീൻ ചെറിയ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മസാല തന്നെ അരച്ചെടുത്തിട്ട് അതിലേക്ക് പുരട്ടി പൊരിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പിലേക്ക് മത്തി ഇട്ട് വരവ് ഇത് എണ്ണയിലോട്ട് വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.